അല്ല അന്നത്തെ യൂറോപ്യൻസാണ് ശരിക്കും നമ്മൾ ഈ ഹലുവനെ ഈ മധുരമുള്ള ഇറച്ചി എന്നുള്ള ഇതിനെ വിശേഷിപ്പിച്ച ആൾക്കാരാണ്. അത് പല കടകളിലും ഇറച്ചി കഷ്ണന്മാരിയാണല്ലോ. അതാണ് സ്വീറ്റ് മീൻ സ്ട്രീറ്റിൻ്റെ മുത്തച്ഛൻ പറഞ്ഞത് അറിവാണ് കേട്ടോ. അങ്ങനെയാണ് സ്വീറ്റ് മീൻ സ്ട്രീറ്റ് എന്നുള്ള ഒരു പേര് ഉത്ഭവം വന്നതെന്നാണ്. പണ്ട് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റാണ് എസ് എം സ്ട്രീറ്റായി മാറിയത്. അത് മധുരമുള്ള ഇറച്ചി യൂറോപ്യൻസൊക്കെ കണ്ട് മധുരമുള്ള ഇറച്ചി എന്നുള്ള വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴാണ് ഹലുവയുടെ വില വരുന്നത്. കോഴിക്കോട്ടെ ഹലുവക്ക് എന്താണ് കോഴിക്കോട് സൗഹൃദമുള്ള സ്ഥലമാണ്. വിദേശികളായ അറബികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ കച്ചവടാശ്രയത്വം വരുന്നതാണ്. അവർ തിരിച്ചു പോകുമ്പോൾ അറബിൻ്റെ കലാസികൾ ഉണ്ടാവും, ധാരാളം പണിക്കാർ. കലാസികൾ എന്നാൽ തൊഴിലാളി, ഉരുള തൊഴിലാളികൾ ഉണ്ടാവും. അവർ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കണക്കിന് ഹലുവ കൊണ്ടുപോകും. അത് ടെന്നിച്ചാൽ റാത്തൽ കണക്കിൽ, അന്ന് റാത്തലാണ്, കിലോ അല്ല, റാത്തൽ കണക്കിൽ ഹലുവ വാങ്ങിയിട്ട് ഈ പായയിൽ വെച്ച് കെട്ടി ചൂടിയോട് വരിഞ്ഞിട്ട് ഇങ്ങനെ വലിയ വലിയ ബണ്ടലാക്കിയിട്ട് അവർ നാട്ടിലേക്ക് കൊണ്ടുപോകും. നാട്ടിലെ കുടുംബങ്ങൾക്ക് കൊടുക്കാനും പിന്നെ അത്യാവശ്യം അവിടെ കച്ചവടം ചെയ്യാനും. ഇത് 1933 റിലീസുള്ള കടയാണത്. അപ്പോൾ ഞങ്ങളിപ്പം 4ാം തലമുറ, ഞാനൊക്കെ 4th ജനറേഷനാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ വരുന്നതാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വരുന്നതിന് സ്ഥലത്ത് പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ വരും. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നു. അന്നൊക്കെ മുത്തച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കും. അച്ഛനൊക്കെ ഉള്ള കാലഘട്ടമാണ്. അന്ന് നമുക്ക് ഉള്ള നോക്കുകയാണെങ്കിൽ അന്നൊക്കെ ഒരു സായാഹ്ന യാത്ര ഉണ്ട്. അന്നൊക്കെ നമ്മുടെ ഇതിൽ MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ്, ചേമഞ്ചേരി, ഇസ്കപ്പറ്റക്കാട് ഇവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു സായാഹ്ന ഒരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ. വൈകുന്നേരം കഴിഞ്ഞാൽ അവർക്ക് ഒരു ശങ്കരത്തേക്ക് വാങ്ങിയിട്ട് ബ്രെഡൊക്കെ വാങ്ങി പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത്. അന്ന് എസ് എം ടിയെ സംബന്ധിച്ച് പറയുന്നത് എസ് എം ടി ഒരു പോസിറ്റീവായ സ്ഥലമാണ്. അതായത് നമുക്കിപ്പം എന്ത് വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്ക് 2 അടി നടന്നാലുള്ള എല്ലാ പ്രശ്നവും തീരും. എല്ലാ നാനാ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ പുറത്തുനിന്നൊക്കെ ആളുകളോട് എത്തിപ്പെടുന്നത് ശരിക്കും ബോക്സിംഗ് സ്ട്രീറ്റാക്കി മാറ്റിയത്. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചും കൂടി വന്ന് പർച്ചേസ് ചെയ്യാനും എല്ലാവർക്കും എന്താ പറയുക, ഒരു എന്തെങ്കിലും നോക്കാൻ ഒരു കൂട്ടായ്മയാണ്. കോഴിക്കോട്ടെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു എസ് എം ടി ഒരു കൂട്ടായ്മയുള്ള സ്ഥലമാണ്. കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. എസ് എം ടി പാർക്കിംഗ് വരെ ഇല്ല. അവസ്ഥ മനസ്സിലാക്കണം. നല്ലൊരു വണ്ടി വന്ന് പാർക്ക് ചെയ്ത ആൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല. എന്നിട്ട് എന്താ ആളുകൾ മുടക്കുന്നുണ്ടോ? ഇത്ര മാളുകൾ വരുന്നുണ്ട്. ആ മാളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞെന്താ, അപ്പോൾ മാള് വന്ന എസ് എം ടി നാളെ ഒഴിയുന്നില്ല. ഭക്ഷണപ്രിയരാണ് കോഴിക്കോട്ടുകാർ. വർഷം കൊടുക്കാനും വിളമ്പാനും ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. എല്ലാവരും ഏത് മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പല കച്ചവടക്കാരൊക്കെ എല്ലാവരും എത്തിപ്പെടുന്നത് കോഴിക്കോടാണ്. പണ്ടുള്ള കാലൊക്കെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എസ് എം സ്ട്രീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പീടിമുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിക്കാനൊക്കെ ഒരു പ്രൗഢിയാണ്. കോഴിക്കോട്ടെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് കുറ്റിച്ചിറ. അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്, പിന്നെ പൈതൃകമായുള്ള പ്രാധാന്യമുണ്ട്. 12ാം നൂറ്റാണ്ടിൽ കൂട്ടിയിട്ടാണ് പോളാതിരിമാരെ ഇവിടുന്ന് തുരട്ടിട്ട് സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരവും ഇവിടെ നിലവിലുണ്ടായിരുന്നു. അന്നത്തെ പ്രധാന പ്രജകൾ നായന്മാരുടെയും തമ്പുതിരിമാരുടെയും ഇല്ലങ്ങളായിരുന്നു. കുറഞ്ഞ % മുസ്ലിങ്ങളുള്ളൂ. 10ാം നൂറ്റാണ്ടിൽ 10% മുസ്ലിങ്ങളെ കോഴിക്കോട്ടുള്ളൂ. പക്ഷേ ഈ 10% മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു അന്ന് കോഴിക്കോട് പട്ടണം. കച്ചവടത്തിൽ മുസ്ലിമീങ്ങളുടെ കുത്തകയായിരുന്നു. കോഴിക്കോട് പട്ടണം വിലക്ക് വാങ്ങാൻ കഴിവുള്ള മുസ്ലിം കച്ചവടക്കാരന്നുണ്ടായിരുന്നു. സാമൂതിരി രാജാവും മുസ്ലിമുകളും തമ്മിൽ അന്ന് നല്ല ബന്ധമായിരുന്നു. അന്ന് കളവ്, ചതി, വഞ്ചനയൊന്നുമില്ല. അതുകൊണ്ട് സാമൂതിരിൻ്റെ ഭരണത്തെക്കുറിച്ചിട്ടും കോഴിക്കോട് കച്ചവടക്കാരെക്കുറിച്ചിട്ടും വിദേശ രാജ്യങ്ങളിൽ വരെ നല്ല പേരായിരുന്നു. അതുകൊണ്ടായിരിക്കണം വിദേശികളായ അറബികൾ, നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ഗുജറാത്തികൾ, ബോറ മുസ്ലിമുകൾ, ഭട്കൽ മുസ്ലിമുകൾ, ഇവരെല്ലാം കച്ചവടാവസരത്വം വന്നത് പിന്നെ കോഴിക്കോട്ടേക്കാണ്. ഇവർ കച്ചവടം ചെയ്തിരുന്നത് കോഴിക്കോട്ടെ മുസ്ലിമുകളായിട്ടാണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും സാമൂതിരി രാജാവ് നൽകിയിരുന്നു. വില്യങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 40-45 വർഷത്തോളമായി വില്യങ്ങാടി. ഇവിടെ വന്നിട്ടൊരു 10 വർഷം കഴിഞ്ഞു. വില്യങ്ങാടി എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തെ ഉള്ള ഒരു അങ്ങാടിയാണ്. ഇപ്പോൾ ഉള്ളതൊന്നുമല്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചരക്ക് നീക്കം നടക്കുന്നത് വില്യങ്ങാടിയിൽ നിന്നാണ്. അത് കപ്പൽ മാർഗം വരും,
കോഴിക്കോട് പോർട്ടിൽ. എന്നിട്ട് ചരക്ക് നീക്കം വലിയങ്ങാടി കൂടി. മൊത്ത വ്യാപാരമാണല്ലോ ഇവിടെ എല്ലായിടത്തും. മറ്റുള്ള പിന്നെ ജില്ലകളിലെ മാതിരിയല്ല. അത് ആ പഴയ കാലത്തെ ഉള്ളത് വൈസ്രോയിൻ്റെ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം അന്നേ ഇവിടെ ചരക്ക് നീക്കം നടക്കുന്ന സ്ഥലമാണ്. പിന്നെ കോഴിക്കോട്ടുകാർക്ക് വലിയങ്ങാടി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക് ഒരു മുത്താണ് വലിയങ്ങാടി. കാരണം അത്രയും തൊഴിലാളികൾ ഇവിടുന്ന് ജീവിച്ചു പോകുന്നുണ്ട് പല മേഖലകളിലായിട്ടും. കൈവണ്ടിക്കാരുണ്ട്, പിന്നെ അട്ടിമറി തൊഴിലാളികളുണ്ട്, പീഡിക തൊഴിലാളികളുണ്ട്, പിന്നെ ചരക്ക് നീക്കം നടത്താൻ ബ്രോക്കർമാരുണ്ട്, പിന്നെ ഈ ചരക്ക് വന്ന് തിരിച്ച് കൊണ്ടുപോകാൻ ലോറിക്കാർ, അവരോടനുബന്ധിച്ചുള്ള ചരക്ക് എടുക്കണ ആസാമികൾ, അങ്ങനെയുള്ള പല വിവിധമായിട്ടുള്ള മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ 10 വർഷമായി ഈ സീറ്റ് വന്നിട്ട് കോഴിക്കോട് ഞങ്ങളിൽ നമുക്ക് ഈ ജോലി എടുക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ്. മുമ്പ് കാലങ്ങളിൽ നമുക്ക് ജോലി എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം ഈ വെയിൽ കൊണ്ടും മഴ കൊണ്ടും പണിയെടുക്കാൻ കഴിയുന്നില്ല. കാരണം കഴിയാത്തൊരു സിറ്റുവേഷൻ നമ്മൾ അപ്പരുള്ള ടൈമിൽ മഴ കൊണ്ടിട്ടും വെയിൽ കൊണ്ടിട്ടും പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ദാനധർമ്മങ്ങൾ കൂടുതലായിട്ട് നമ്മളെ വലിയങ്ങാടി മേഖല എന്നാണ് പോണത്. പ്രത്യേകിച്ച് റംസാനൊക്കെ വരുമ്പോൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ഇവിടുന്ന് പോകും. ഇപ്പോൾ ഓണം വന്നാലും ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ റംസാൻ മാസത്തിലാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചരക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരും. തമിഴ്നാട്ടിൽ നിന്ന് വരും ചരക്ക്. നമുക്കിവിടെ വിൽക്കേണ്ട സാധനങ്ങൾ. പിന്നെ ആന്ധ്രയിൽ നിന്ന് അരി വരും, തമിഴ്നാട്ടിലെ പല വ്യഞ്ജനങ്ങൾ വരും, പിന്നെ ഉള്ളി ഐറ്റംസ് ഇവിടുന്ന് മഹാരാഷ്ട്ര വരും. ഈ ഭാഗത്തുള്ള നമ്മളെ ഈ മേഖലയിലുള്ള കുറെ പഴയ ഈ തറവാട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ, ഈ കുറ്റിച്ചിറ മേഖല. അപ്പോൾ അവര് മലഞ്ചരക്ക് കച്ചവടക്കാരും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് വേർപെട്ടിങ്ങേറ്റ് ഒരു വലിയങ്ങാടി മേഖലയിലേക്ക് കച്ചവടം ഇങ്ങനെ വ്യാപിപ്പിച്ചിങ്ങേറ്റ് ഒരു കൊണ്ടുവരാണ്. അപ്പോൾ അതിലും കുറഞ്ഞ ആളുകളുണ്ട്. തലമുറകൾ ബാക്കിയായിട്ടുള്ള പിൻഗാമികൾ 2-3 തലമുറകൾ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. 1897 എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ശ്രീ AKTKM ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തിന് ശേഷം എൻ്റെ ഫാദർ വി രാമകൃഷ്ണരാടി. ഞാൻ ഇവിടെ 1983 മുതലുണ്ട്. വെല്ലിങ്ങാടി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ വിഭാഗത്തെയും ആൾക്കാർ ഒന്നിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു മേഖലയാണ്. അത് ഗുജറാത്തീസ് ഉണ്ട്, മാർവാറീസ് ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ട് വ്യാപാരം ചെയ്യുന്ന ഒരു വലിയൊരു ഇതാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ആകെ ഒരു പഴയ ഒരു ബിസിനസ് നിലനിൽക്കുന്ന സ്ട്രീറ്റ് വെല്ലിയങ്ങാടി മാത്രമാണ്. ഇന്നും വെല്ലിയങ്ങാടി കോഴിക്കോട് ആ പഴയ പ്രതാപം നിലനിർത്തുന്ന കൊണ്ട് ഇവിടെ ലക്ഷ്മി ദേവി ഉണ്ട് എന്നാണ് പറയുക. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ലക്ഷ്മി ദേവി സാമ്പൂരിപ്പാട്ടിനോട് പറയാണ്, ഞാൻ പോവാണ്, എനിക്ക് ഇനി നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ മങ്ങാട്ടച്ഛൻ സാമൂരിപ്പാട്ടിൻ്റെ വലിയ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പം മങ്ങാട്ടച്ഛൻ പറയുന്നത് അത് പോകരുത്, ഞാൻ ഇപ്പോൾ വരാം, ഞാനൊരു സാധനം എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് അതുവരെ പോകരുത് എന്ന് പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ അദ്ദേഹം പിന്നെ മടങ്ങി വരില്ല, അദ്ദേഹം സൂയിസൈഡ് ചെയ്യും. അങ്ങനെയാണ് ലക്ഷ്മി ദേവി ഇവിടെ ഉണ്ടാവട്ടെ വെച്ചിട്ട്. അങ്ങനെയാണ്. ബിക്കോസ് നമ്മളുടെ ഹിന്ദുയിസത്തിൽ ലക്ഷ്മി ദേവിയാണ് ഗോഡസ് ഓഫ് വെൽത്ത്. അപ്പോൾ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണ എല്ലാം ഇവിടെ റിമെയിൻ ചെയ്യേണ്ടതെന്നാണ്. പണ്ട് വെല്ലിങ്ങാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ അറ്റം വരെയാണ്, പാളയം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നടുവ് കൂടെ റെയിൽ മുറിഞ്ഞു വന്നതാണ്. അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ പുതിയൊരു മോളിൻ്റെ ഒരു തന്നെയാണ് ഈ ബസാറും ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് അരി, കുറച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ, അത് കഴിഞ്ഞാൽ കുറച്ച് ചെമ്പോട്ടിലേന്ന് കാണാം, പിന്നെ സിൽവർ, ഗോൾഡ്, അങ്ങനെ ഒരു സൈഡ് SM സ്ട്രീറ്റ്. അപ്പോൾ ഇതൊരൊറ്റ റോഡായിരുന്നു ആ അറ്റം വരെ. അപ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ടാണ് 125 years ബിഫോർ റെയിൽവേ ലൈൻ വന്നു. അല്ലെങ്കിൽ ഇത് ശരിക്കും അന്നൊരു പഴയൊരു ഒരാൾക്ക് വരെ വന്ന് ഈ അറ്റം മുതൽ ആ അറ്റം വരെ നടന്ന എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് പോവായിരുന്നു. ഈ സ്ഥാപനത്തിനോടനുബന്ധിച്ച് കുറേ വർക്കേഴ്സ് ഉണ്ട്. നമ്മളെയൊക്കെ കൂടെ ഉള്ളവരൊക്കെ 30-40 കൊല്ലമുള്ളവർ. അവരെ ഫാദറും ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ അച്ഛനും ഒക്കെ അങ്ങനെ ഓവറായിട്ട് പ്രോഫിറ്റും പ്രതീക്ഷിക്കില്ല ഞങ്ങൾ.
ഇത് 700 വർഷമായി. ഇത് കേട്ടറിയിലാണ് പറഞ്ഞു തന്നെ. ഇത് ചൈനീസ് ആർട്ടിസ്റ്റാണെന്നാണ് കേട്ട് ഇത് പള്ളി. ഇത് പനോരൻ്റെ ഈ പള്ളിയായിരുന്നു അന്ന്. അക്കാലത്ത് മെഷീനറികളൊന്നുമില്ല. മെഷീനറികളില്ലാന്ന് പറയാൻ കാരണം അന്ന് ഈ ഓട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ പള്ളി ഫേസ് ഒന്നാ എൻ്റെ മുഖം പോലെ പറയാം ഉദാഹരണമായി. നഹൂദാമിസ്കാൽ ഒരു പള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കൂറ്റം പള്ളി എന്തിനു പണിയൊന്നുമില്ല. ഏത് നിലയിൽ നഹൂദാമിസ്കാലിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവും. ഇത്രയും കൂറ്റം പള്ളി എടുത്തു കഴിഞ്ഞപ്പോൾ അത് നമ്മളെ ഇന്നത്തെ ലൈറ്റ് ഹൗസ് പോലെ വീശിരുന്നതാണ്. അതായത് കടലിൽ കൂടി പോകുന്ന വിദേശ കപ്പലുകൾക്ക് അവർക്ക് കുറേ ദൂരത്തു നിന്ന് ഈ പള്ളി കാണാമായിരുന്നു. അത് വേറെ കെട്ടിടമൊന്നുമില്ല. അണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന അണ്ടയിൽ കെട്ടിണ്ടാവില്ല, കാണാമായിരുന്നു. അപ്പം അവർക്ക് ഈ അതിർത്തിയിലെത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് പട്ടണം എത്തി എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയായിരുന്നു അന്ന് പള്ളി എന്നുള്ള പറഞ്ഞിട്ട്. ഈ പള്ളിക്ക് മുനാരമില്ല. പള്ളിയിൽ കുറേ പള്ളികൾക്ക് മുനാറില്ല. പഴയ പള്ളികൾക്ക് മുനാരവുമില്ല. പിന്നെ ഈ ഇടനായി എല്ലാ പള്ളിക്കും ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടാക്കുന്ന പള്ളിക്കൊന്നും ഉണ്ടാവില്ല ഇടനായി. ഇടനായി എന്ന് വെച്ച് ഇഷ്ടംപോലെ ഡോറും വെച്ചിട്ട് ഇടനായി ഉണ്ടാവും. പള്ളിയിൽ നമുക്ക് പുറത്തേക്ക് കടക്കാനാണ് ഇടനായി വെച്ചത്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമുക്ക് നമസ്കരിക്കുന്നത് തെക്ക് വെച്ചിട്ട് പറ്റുമ്പോൾ നമസ്കരിക്കാൻ നിൽക്കുന്ന മുമ്പിൽ കൂടെ വരാൻ പറ്റില്ലല്ലോ. ബേക്കിൽ കൂടെ വരാൻ പറ്റില്ല. ഡോർ അപ്പോൾ ഇഷ്ടംപോലെ ഡോർ വെച്ചായി. ഗ്രൗണ്ട് ഫ്ലോറിലും താഴെയായിട്ട് മുകളിലുമായിട്ടൊരു 1000-1500 പുറത്താക്കി നമസ്കരിക്കാനുള്ള സമയമുണ്ട്. വില്ലേജ് ജുമാക്കായിരിക്കും ഉണ്ടാവുക. സെക്കൻഡും തേർഡും നമസ്കാരമില്ല. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 24 പില്ലേഴ്സാണുള്ളത്. 40% 8 പില്ലർ മരത്തിൻ്റെ ഫുള്ള് വുഡ. 8 പില്ലർ 8 പില്ലർ 60% 60 പില്ലർ. ടോട്ടൽ 24 പില്ലേഴ്സാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. താഴെയുള്ള പവർ കൊണ്ടാണ് മുകളിൽ നമസ്കാരമുള്ളത്. ഇതിൻ്റെ മുകളിൽ പോർച്ചുഗീസ് തീക്കോടുത്തു കേട്ടു. മതവിരോധികൾ അന്ന് സ്വാമി രാജാവിൻ്റെ ഭരണകാലമാണ്. സ്വാമി രാജാവ് മുസ്ലിംസ് വളരെ ഐക്യത്തിലായിരുന്നു. വിരോധികൾ എന്നാലും മുൻപ് പറയാൻ പറ്റില്ലോ. പുറത്ത് മുസ്ലിമാണ് ഹിന്ദുക്കളാണെങ്കിൽ ആരെ കൊടുത്ത് ഇങ്ങനെ ആളുകൾ ആർക്കും പറയാൻ കഴിയില്ല. കഴിയോ? അവരെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ആർക്കും പറയാൻ കഴിയില്ല. ചാഞ്ചാടുന്ന മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ്. സാമൂതിരി രാജാവ് കുറ്റിച്ചെറിയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുമ്പോൾ സാമൂതിരിൻ്റെ കൊട്ടാരം ഇവിടെയുള്ള മുഴുവൻ നായം നമ്പൂതിരിമാരുടെ തറവാട് വീടുകൾ ഇത് മുഴുവനും ഒന്നായിട്ട് ഒഴിപ്പിച്ചിട്ട് ഈ പ്രദേശം മുഴുവനും സാമൂതിരി രാജാവിനെ സഹായിച്ച മുസ്ലിമുകൾക്ക് വിട്ടുകൊടുക്കുന്ന ഇതിൽ കുറേ ആളുകൾ നായന്മാർ നമ്പൂതിരി സ്ത്രീകൾ കുറ്റിച്ചെറിയിൽ നിന്ന് പോകാതെ കുറ്റിച്ചിറ തന്നെ ഇവിടെ തന്നെ താമസിച്ചു. അവർക്ക് തോന്നി കുറ്റിച്ചിറാൻ സുരക്ഷിതമെന്ന്. അവർ പിന്നീട് കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ സ്വീകരിക്കുന്ന സ്ത്രീകളാണ് അന്നത്തെ വിദേശികളെ ആർമികളും പിന്നീടുള്ള മുസ്ലിമുകളും കല്യാണം കഴിച്ചിട്ട് കുടുംബമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറ്റിച്ചിറ 100% മുസ്ലിങ്ങൾ ഒരൊറ്റ എന്ത് വീട് നോക്കിയാലും ഇവിടെ കാണില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രജകൾ എന്ന് പറഞ്ഞിട്ട് NGS നാരായണൻ എഴുതിയൊരു പുസ്തകമുണ്ട്, കേരള ചരിത്ര. അതിൻ്റെ ഹെഡിങ്ങിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രജകളിൽ നിന്നാണ്. ആ എൻ്റെ പ്രിയപ്പെട്ട പ്രജകൾ എന്ന് പറയുന്നത് കോഴിക്കോട്ട് അന്നത്തെ മുസ്ലിം കച്ചവടക്കാരെ കുറിച്ചായിരിക്കും എന്നാണ് പറയുന്നത് എഡിറ്ററിൽ. കാരണം അത്ര സൗഹാർദ്ദമായിരുന്നു.